പ്രശാന്ത് ശിവൻ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. പ്രശാന്ത് ശിവൻ, താങ്കളോട് ഈ കാര്യങ്ങൾ അവന്തിക തുറന്നു പറഞ്ഞിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ചില കാര്യങ്ങൾ അറിയാം എന്നത് താങ്കളും മാധ്യമങ്ങളോട് സൂചിപ്പിച്ചിരുന്നതാണ്. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുൻപിൽ ഒരു നിമിഷം പോലും MLA ആയി തുടരുവാനുള്ള യാതൊരുവിധ തരത്തിലുള്ള അർഹതയും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലില്ല. കാരണം തുടർച്ചയായി ഒരാളോ രണ്ടോ അല്ല, തുടർച്ചയായി നിരവധി ആളുകളാണ് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി വരുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുത, ഇതിൽ ഒരു വിഷയത്തിൽ പോലും ഈ ആരോപണങ്ങൾ പറഞ്ഞ ആളുകൾക്കെതിരെ യാതൊരുവിധ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ അയാൾ തയ്യാറായിട്ടില്ല. പിന്നെ രണ്ട്, ഇന്ന് കാലത്ത് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിനിടയിൽ ചാനൽ റിപ്പോർട്ടർമാർ ചോദിക്കുന്നുണ്ട് വാട്സാപ്പ് ഓഡിയോനെ കുറിച്ച്. അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന വാട്സാപ്പ് ഓഡിയോനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതികരണം നടത്താനും ആൾ തയ്യാറാവുന്നില്ല. ആ വാട്സാപ്പിലെ ഓഡിയോ തെറ്റാണെന്ന് പറയാനോ അതുമായി ബന്ധപ്പെട്ട് അതിനെ തള്ളിപ്പറയാനോ ആൾ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് ഇനിയും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിൽ നിരവധി ആളുകൾ മുന്നോട്ട് വന്ന് ഇതുപോലെയുള്ള അവർക്ക് അവരുടേതായ അനുഭവങ്ങൾ, അവർക്ക് ഭീതി ഉളവാക്കിയ അനുഭവങ്ങൾ വെളിപ്പെടുത്തുവാനായിട്ട് ആളുകൾ മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രശാന്ത്, ഇവിടിപ്പോ അവന്തിക BJPയിൽ പ്രവർത്തിക്കുന്ന ആളാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ഒരു നേതാവാണ് എന്ന് മനസ്സിലാക്കുന്നു. ആ അവന്തികയ്ക്കാണ് ഇത്തരം ഒരു മോശം സാഹചര്യം നേരിടേണ്ടി വന്നിരിക്കുന്നത്. രാഷ്ട്രീയമായി വലിയ വിരോധമുണ്ട്. ചാനൽ ചർച്ചകളിൽ BJPക്കാർക്കെതിരെ ആഞ്ഞടിക്കുമെങ്കിലും ഇക്കാര്യത്തിൽ പാർട്ടി പോലും ഇല്ല എന്ന് മനസ്സിലാക്കണം. അവന്തികയ്ക്ക് അയച്ച മെസ്സേജും അഭ്യർത്ഥനയും കാണുമ്പോൾ എന്തായാലും അത്തരമൊരു മോശം സാഹചര്യം നേരിടേണ്ടി വന്നു അവന്തിക. നിയമ പോരാട്ടത്തിന് അവന്തികയ്ക്ക് താല്പര്യമുണ്ട്, പക്ഷേ ഭയമുണ്ട്. എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുമോ, അപായപ്പെടുത്തുമോ എന്ന ഭയമുണ്ട്. ഇക്കാര്യത്തിൽ നിങ്ങളുടെ പിന്തുണയുണ്ടോ? നിയമ പോരാട്ടത്തിനാണ് അവന്തിക തയ്യാറെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ പിന്തുണയുണ്ടോ അവന്തികയ്ക്ക്? അവന്തിക എന്നല്ല, കേരളത്തിലെ ഏതൊരാൾക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന്റെ അവസാന നിമിഷം വരെ അവരെ ചേർത്ത് പിടിച്ച് അവർക്കാവശ്യമായ സഹായങ്ങൾ ചെയ്ത് അവർക്കാവശ്യമായ നിയമം അനുശാസിക്കുന്ന പരിരക്ഷ നൽകി. ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചർച്ച നടക്കുമ്പോൾ 5:30 അവന്തികയെ വിളിച്ചതിന്റെ സ്ക്രീൻഷോട്ടാണ്. 5:30 ഈ ചർച്ച നടക്കുമ്പോൾ ഇതിൽ തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ അവന്തികയെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചതിന്റെ സ്ക്രീൻഷോട്ടാണ് നമ്മൾ കാണുന്നത്. അതിനു മുൻപ് 11:28 വിളിച്ചിട്ടുണ്ട്, 11:27 അങ്ങോട്ട് വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനു മുൻപും ആ കോളുകൾ വന്നത് നമുക്ക് കാണാം. അവന്തിക നേരത്തെ നമ്മളോട് തുറന്നു പറഞ്ഞതാണ്. വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുൻപ് ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് വാർത്താ സമ്മേളനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത്. അതിനു മുൻപ് അവന്തികയെ വിളിച്ചിരുന്നു എന്നത് പറഞ്ഞിരുന്നതാണ്. ആ വിളിച്ചിരുന്നതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അതിനോടൊപ്പം തന്നെ 5 മണിക്ക് അവന്തിക നമുക്കൊപ്പം ജോയിൻ ചെയ്യുന്നു. 5:05 ആയപ്പോൾ നമുക്കൊപ്പം ജോയിൻ ചെയ്യുന്നു, തുറന്നു പറച്ചിൽ നടത്തുന്നു. അവന്തിക നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ 5:30 രാഹുൽ മാങ്കൂട്ടത്തിൽ അവന്തികയെ വിളിച്ചതാണ്. ഒരുപക്ഷെ ഇനി കൂടുതലെങ്കിലും ഒന്നും പറയരുതേ എന്ന് അഭ്യർത്ഥിക്കാനാകും, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനാകും. എന്താണ് ഉദ്ദേശമെന്ന് അറിയില്ല. എന്തായാലും ആ സമയത്ത് അവന്തികയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വന്ന മിസ് കോളിന്റെ തെളിവാണ് നമ്മൾ കാണുന്നത്. മറ്റ് പല കാര്യങ്ങൾ അവന്തിക വളരെ ഗുരുതരമായ കാര്യങ്ങൾ, ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തന്നെ റേപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു MLA എന്നതാണ്. പക്ഷേ അതിൻ്റേതുൾപ്പെടെയുള്ള തെളിവുകൾ അതൊരു തെളിവായി പുറം സമൂഹം കാണാത്ത തരത്തിൽ എങ്ങനെ അയക്കണമെന്നും എങ്ങനെ ഇല്ലാതാക്കണമെന്നും അറിയുന്ന വ്യക്തിയാണ് MLA എന്നതാണ് അവന്തിക ചൂണ്ടിക്കാട്ടുന്നത്. ഡിസപ്പിയർ ചെയ്യുന്ന, ഒരു തവണ കണ്ടാൽ ഡിസപ്പിയർ ചെയ്യുന്ന തരത്തിലാണ് മെസ്സേജുകൾ അയക്കുന്നത് എന്നതാണ് അവന്തിക സൂചിപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ സംസാരം നടത്തുമ്പോൾ, ഈ ചർച്ചയിൽ തുടർന്ന് പറച്ചിൽ നടത്തുമ്പോൾ വിളിച്ച സ്ക്രീൻഷോട്ടാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ടാണ് കാണുന്നത്. അവന്തിക, പ്രശാന്ത് നമ്മളോട് സംസാരിക്കുകയായിരുന്നു. എല്ലാ പിന്തുണയും ഉണ്ട് എന്നതാണ് പറയുന്നത്. ഇപ്പോൾ ഈ സമയത്ത് പോലും കോള് വരുമ്പോൾ അവന്തികയ്ക്ക് എന്താണ്, ഭയമാണോ? മുന്നോട്ട് പോകുന്നതിൽ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? എന്താണ് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഷിവറിങ് ആണ്. കാരണം ഇങ്ങനെ ഒരു തുറന്നു പറിച്ചിൽ നടത്തുമ്പോൾ ഇങ്ങനെ ഒരു കോള് വന്നാലും ഞാൻ ഭയപ്പെടുന്നുണ്ട്. എന്റെ കൈയും കാലും കിടന്ന് വരച്ചിട്ടിരിക്കുകയാണ്. എനിക്ക് അറിയത്തില്ല ഇനി എന്താ ചെയ്യുക, എന്താണ് മുന്നോട്ട് എന്നുള്ള ഒരു സ്റ്റക്കഡ് സ്റ്റേജിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. കാരണം ഇയാള് ഇത്രയും ധൈര്യമായിട്ട് ഞാൻ ഒരു മീഡിയയുടെ മുന്നിൽ വന്ന് തുറന്നു പറയുമ്പോഴും എന്നെ കോള് വിളിക്കാനും കാണിച്ച ധൈര്യം എനിക്ക് മനസ്സിലാവുന്നില്ല.
അവന്തിക, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. കേരള സമൂഹം ഒപ്പമുണ്ട് എന്ന് കരുതുക. പലതരത്തിൽ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു, പലതരത്തിൽ ഭീഷണിയുടെ സ്വരങ്ങൾ ഉണ്ടായിരുന്നു. ഹൂ കേസ് പരാതി പറയുമെന്ന് പറയുന്നവരോട് ചോദിക്കുന്ന ഉപയോഗിക്കുന്ന ഭാഷ എന്ത് എന്നത് നമ്മൾ കണ്ടതാണ്. നിസ്സഹായയായി ഗർഭഛിദ്രം നടത്തണം എന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന സ്ത്രീയോട് ഉപയോഗിക്കുന്ന ഭാഷയും ഭീഷണിയും എന്താണ് എന്നത് കേരള സമൂഹം കണ്ടതാണ്. ആ ആളെക്കുറിച്ച് ഭയപ്പാടുണ്ട് എന്ന് അവന്തിക പറയുമ്പോൾ ആർക്കും ഒരു സംശയവും അക്കാര്യത്തിലില്ല. എന്തും ചെയ്യാൻ പോകുന്നവനാണ്, ഒരു മനസാക്ഷിയും ഇല്ലാത്ത വ്യക്തിയാണ് എന്നത്. ഗർഭഛിദ്രം നേരിടണം എന്ന് പറയുന്ന ഒരു യുവതിയോട് പറയുന്നതിൻ്റെ ഭാഷയും രൂപവും ഭീഷണിയും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ആ ഭയം എന്നത് ഉണ്ടാകേണ്ടതാണ്, ഉണ്ടാകും സ്വാഭാവികമായും എന്നത് മനസ്സിലാകുന്നു. പക്ഷേ ഇത് തുറന്നു പറച്ചിൽ അനിവാര്യമാണ്. റിനി എന്ന നടി, മുൻ മാധ്യമപ്രവർത്തക കാണിച്ച ധൈര്യമാണ് അവന്തികയ്ക്ക് ഇപ്പോൾ മുന്നോട്ട് വന്ന് ഈ കാര്യങ്ങൾ പറയാൻ പ്രേരണയായിട്ടുള്ളത്. അത്തരം ധൈര്യം ഇനിയും ആളുകൾക്കുണ്ടാകട്ടെ എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്കൊപ്പം പ്രശാന്ത് തുടരുന്നുണ്ടോ? പ്രശാന്ത് ലൈനിലുണ്ടോ? പ്രശാന്ത് കട്ടാണ്. അവന്തിക, ഇപ്പോൾ പ്രശാന്ത് സൂചിപ്പിച്ചത് ഏത് തരത്തിൽ മുന്നോട്ട് പോയാലും അതിനുള്ള പിന്തുണയുണ്ട് എന്നതാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളിൽ നിന്ന് അത്തരം പിന്തുണ ലഭിക്കുന്നു, പൊതുസമൂഹത്തിന്റെ പിന്തുണയുണ്ടാകും. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ നമുക്കറിയാം ഇത്തരം സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നവരാണ്, അവർക്കൊപ്പം നിൽക്കുന്നവരാണ്. അപ്പോൾ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ നീക്കം? ഇനി ഈ ഘട്ടത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും വിളിക്കാൻ ധൈര്യമുള്ള ഒരാളെ നേരിടാൻ ഇനി നിയമ സംവിധാനത്തിന്റെ കൂട്ട് വേണം എന്ന് തോന്നുന്നുണ്ടോ അവന്തികയ്ക്ക്? തീർച്ചയായും ഞാൻ നിയമപരമായിട്ടുള്ള സാധ്യതകൾ തേടും. വേണ്ടപ്പെട്ടവരുമായിട്ട് കൂടി ആലോചിച്ച ശേഷം പരാതിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ പരാതിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. കാരണം രാഹുൽ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ അയാൾക്കെതിരെ കംപ്ലൈന്റ് പറഞ്ഞ ആളുകളെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. തിരിച്ചും ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. അപ്പോൾ എന്തായാലും പരാതി കൊടുക്കും. ഇപ്പോൾ ന്യൂസ് 18-ലൂടെ അവന്തിക ഉറപ്പിച്ചു പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കുമെന്ന്. വാർത്താ സമ്മേളനം നടത്തി പരാതിയില്ല, എന്റെ ഔദാര്യമാണ്, ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ഞാൻ പാർട്ടിക്കാർക്ക് വേണ്ടി രാജിവെക്കുന്നു എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനോട് അവന്തിക പറയുന്നു താൻ പരാതി കൊടുക്കാൻ പോവുകയാണ്, മുഖമുള്ള ഒരു പരാതി ഉടൻ ഉണ്ടാകും എന്ന് പറയുകയാണ്. ഡാൻ കുര്യൻ കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡാൻ, പരാതിയില്ല എന്ന് ഇപ്പോൾ ഡാനിലേക്ക് വരുന്നതിന് മുൻപ് അമേയ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് അമേയ. അമേയ, നിങ്ങളുടെ സഹപ്രവർത്തക സുഹൃത്ത് അവന്തികയുടെ തുറന്നു പറച്ചിൽ കേട്ടിട്ടുണ്ടാകും. ഒരാളും കേൾക്കാൻ ആഗ്രഹിക്കുന്നതല്ല, ഒരാളോടും ഒരാൾ തുറന്നിങ്ങനെ പറയാൻ എങ്ങനെ ധൈര്യം വരുന്നു എന്നതുപോലും അറിയില്ല. നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നൊരാവശ്യം ഒരു MLA-യുടെ ഭാഗത്ത് നിന്ന് കേൾക്കേണ്ടി വന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടുകയായിരുന്നു അവന്തിക ഇവിടെ ചെയ്തത്. ഇപ്പോൾ ഈ മാധ്യമത്തിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ അവന്തികയെ ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുന്നു, തനിക്ക് പേടിയുണ്ട് എന്ന് അവന്തിക പറയുന്നു.